ഹായ്, എസ് എൽ ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ പല ആളുകളും വില കുറച്ച് കാണാറുണ്ടല്ലേ, അത് പലരും പറയുന്നത് കേൾക്കാറുണ്ട്. അതായത് എനിക്ക് ആരും ഒരു വാല്യൂ തരുന്നില്ല, അതെന്താണെന്നുള്ളത് എനിക്കറിയില്ല എന്നുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ നമുക്ക് തരുന്ന വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ പെരുമാറ്റത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്നുള്ളതാണ്. നമ്മളെങ്ങനെ പെരുമാറുന്നു അതനുസരിച്ച് അവർ നമുക്ക് വാല്യൂ തരും. സോ നിങ്ങളെ ബാക്കിയുള്ള ആളുകൾ, നിങ്ങളുടെ ചുറ്റുമുള്ളവർ വില കുറച്ച് കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിലുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളത് ഞാൻ പറയാം. ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, എപ്പോൾ വിളിച്ചാലും നിങ്ങൾ ഓടിച്ചെല്ലും എന്നുള്ളതാണ്. അതായത് നിങ്ങളോട് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കാണണം എന്ന് പറയുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണോ അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് പോകും എന്നുള്ളതാണ്. അതായത് അവർ കാണാനായിട്ട് പോകും. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും ഓടിച്ചെല്ലും എന്നുള്ളത് കൊണ്ട് അവർക്ക് വലിയ വില ഉണ്ടാവില്ല. അതായത് നിങ്ങളുടെ സമയം എന്ന് പറയുന്നതിന് വലിയ വില ആരും തരില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ സമയത്തിന് യാതൊരു വിലയും ഇല്ല എന്നുള്ളത് മറ്റുള്ളവർ ചിന്തിക്കാനുള്ള കാരണമായിട്ട് മാറാം. അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചെയ്യാനുണ്ടെങ്കിൽ അത് ഫുള്ള് ചെയ്യുക, ചെയ്ത് കഴിഞ്ഞിട്ട് അവരുടെ അടുത്തേക്ക് പോവുക. അപ്പം നിങ്ങൾക്ക് അവരുടെ അടുത്ത് പറയാം, എനിക്ക് ചെറിയൊരു ജോലിയുണ്ട്, ചെറിയ തിരക്കിലാണ്, സോ അത് കഴിഞ്ഞിട്ട് ഞാൻ വരാമെന്ന് പറയാം. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ പോകുന്നതിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുക ചെയ്യുക. സോ ആ ഒരു സമയത്തിന് ഒരു വില ഉണ്ടായിരിക്കും. നേരെ മറിച്ച് അവർ വിളിക്കുമ്പോഴത്തേക്കും ഓടി ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ, എപ്പോഴും ഇങ്ങനെ തന്നെയാണെന്നുണ്ടെങ്കിൽ അവർ വിചാരിക്കുക എപ്പോൾ വിളിച്ചാലും ഓടി വരും, അവർക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, സമയത്തിന് പ്രത്യേകിച്ച് വിലയൊന്നുമില്ല, ഈ രീതിയിലാവും വിചാരിക്കേണ്ടാവുക. സോ അങ്ങനെ ചിന്തിക്കാൻ ഉള്ള ഒരു അവസരം കൊടുക്കരുത്. എന്തെങ്കിലുമൊക്കെ തിരക്കുണ്ടെന്ന് പറയുക, ചുമ്മാ ഇരിക്കുകയാണെങ്കിലും ചെറിയ തിരക്കിലാണെന്ന് പറയുക, എന്നിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് വരാം, അല്ലെങ്കിൽ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് വരാം, ഇങ്ങനെ പറയുക. അങ്ങനെ പോയാൽ മതി. അപ്പോഴേ നിങ്ങൾക്ക് വിലയുണ്ടാവുകയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, പറ്റില്ല എന്ന് പറയുന്നതിന് പകരമായിട്ട് നമ്മൾ എപ്പോഴും പറയുന്നത് ശരി എന്നുള്ളതായിരിക്കും. എന്തിനാണ് നമ്മൾ അങ്ങനെ പറയണത്? ശരിക്കും നമ്മൾ പറ്റില്ല എന്ന് പറയുന്നുണ്ടാവുക, അല്ലെങ്കിൽ അങ്ങനെ പറയേണ്ടി വരിക എന്ന് പറയുന്നത് നമ്മൾ കംഫർട്ടബിൾ അല്ലാത്ത ഒരു പ്ലേസിലാണ്. അതായത് നമ്മളോട് ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ കംഫർട്ട് സോൺ വിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറ്റില്ല എന്ന് പറയേണ്ടി വരും. ഓഫ്കോഴ്സ് അത് പറയണം. പക്ഷെ ചിലർ ചെയ്യുന്നൊരു കാര്യമുണ്ട്, ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വിഷമമായാലോ എന്ന് വിചാരിച്ചിട്ട് ശരി എന്ന് പറയും. അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. എല്ലാ കാര്യവും നിങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ നിങ്ങളോട് ഒരു വിലയും അവർക്ക് ഉണ്ടാവില്ല. സോ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുകയാണെങ്കിൽ പറ്റില്ല എന്നുള്ളത് തുറന്നു പറയുക. അതല്ലാതെ മറ്റുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് പറ്റില്ല എന്ന കാര്യം പറയാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. ഒരിക്കലും അത് ശരിയല്ലാത്ത ഒരു കാര്യമാണ്. അത് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ ശ്രമിക്കുക. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളുടെ ആ ഒരു സംസാരം നമ്മൾ പകുതിയിൽ വെച്ച് നിർത്തും. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റുള്ള ആരെങ്കിലുമൊക്കെ പെട്ടെന്ന് ഇടയിൽ കയറി സംസാരിക്കുമ്പോൾ നമ്മൾ അവർക്ക് സംസാരിക്കാനുള്ള അവസരം കൊടുക്കും എന്നുള്ളതാണ്. ഇത് നമ്മൾ ഒരു പ്രാവശ്യമൊക്കെ ചെയ്യുമ്പോൾ വലിയ കുഴപ്പമില്ല, പക്ഷെ എപ്പോഴും ചെയ്യുമ്പോൾ അവർക്കൊരു വില ഉണ്ടാവില്ല. മീൻസ് അങ്ങനെ ചെയ്യുന്ന ഒരാൾക്ക് ഒരു വില ഉണ്ടാവില്ല എന്നുള്ളതാണ്. അവർ സംസാരിക്കേണ്ടെങ്കിൽ നിങ്ങൾ പറയാം, ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞു എന്നുള്ളത് പറയാം. അപ്പോഴാണ് നമ്മൾ പറയുന്നതിനോ നമുക്കോ ഒരു വാല്യൂ അവിടെ ഉണ്ടായിരിക്കുക. ഇത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അയ്യോ ഇങ്ങനെയൊന്നും ഇല്ല, ഇതൊക്കെ ഉണ്ടാവും എന്നുള്ളത്. പക്ഷെ നിങ്ങൾ അനുഭവിച്ചറിഞ്ഞാലേ മനസ്സിലാവുള്ളൂ. അവരിപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ഇടയിൽ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്, കുഴപ്പമില്ല നിങ്ങൾ പറഞ്ഞോ എന്ന് പറഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതും എപ്പോഴും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് അവർക്ക് ഒരു എന്താ പറയുക, എപ്പോഴും ചെയ്യാനുള്ള ഒരു അവസരമായിട്ട് മാറും എന്നല്ലാതെ പ്രത്യേകിച്ച് വേറെ ഗുണമൊന്നുമില്ല. അവിടെ ഉണ്ടാവുന്ന കുഴപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. സോ നിങ്ങൾ പറയുന്ന വാക്കുകൾക്ക് വിലയുണ്ട്, നിങ്ങൾക്ക് പറയാനുള്ള അവസരം അവിടെയുണ്ട്. സോ അത് നിങ്ങളുടേതാണ്. ഈ ഒരു സമയം അല്ലെങ്കിൽ ഇപ്പൊ പറയാനുള്ളത് ഞാനാണ്, സോ ഇതെന്റെ അവസരമാണ് എന്നുള്ളത് നിങ്ങൾ തന്നെ മനസ്സിലാക്കിയേ പറ്റുള്ളൂ. സോ അതുകൊണ്ട് മറ്റുള്ളവർക്ക് പറയാൻ വേണ്ടി നിങ്ങൾക്ക് പറയാനുള്ള കാര്യം ഇടയിൽ വെച്ച് സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ പറയുക. അവർ നിർത്തുന്നില്ല എന്നുണ്ടെങ്കിൽ അവരോട് പറയാം, എനിക്ക് പറയാനുണ്ട്, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞോളൂ എന്ന് പറയാം. അങ്ങനെ നിങ്ങൾ ശീലിക്കുക. നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ പോലും നിങ്ങൾ ചെന്ന് സോറി പറയും എന്നുള്ളതാണ്. നിങ്ങളുടെ ഭാഗത്ത് ആവില്ല ഒരു തെറ്റും ഉണ്ടാവും, പക്ഷെ നിങ്ങൾ എന്താ വിചാരിക്കുക വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കാര്യം കൊണ്ട് ഈ പ്രശ്നം തീരുവാണെങ്കിൽ ഇവിടെ വെച്ച് തീരട്ടെ, ഞാനൊരു സോറി പറഞ്ഞാൽ ശരിയാവില്ല എന്ന് വിചാരിക്കും. പക്ഷെ അത് അവർ തരം കാണും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവരെപ്പോഴും ദുരുപയോഗം ചെയ്യും എന്നുള്ളതാണ്. എന്ത് തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾ തന്നെ ചെന്ന് സോറി പറയേണ്ടി വരും. ഒരു പ്രാവശ്യം നമ്മൾ കാണിച്ചു കൊടുത്താൽ മതി, എപ്പോഴും നമ്മൾ അങ്ങനെ ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. അതിൻ്റെ ആവശ്യം എന്താ? അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് വിലയാണ് നമുക്ക് അവിടെ ഉണ്ടാവണത്? നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി പറയേണ്ടത് നമ്മളുടെ കടമയാണ്. നമ്മളത് സോറി പറഞ്ഞേ പറ്റുള്ളൂ. കാരണം നമ്മളാണ് അവിടെ തെറ്റ് ചെയ്തത്. നമ്മളല്ല തെറ്റ് ചെയ്തതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെന്ന് സോറി പറയുമ്പോൾ ചെയ്യാതെ തെറ്റുകൂടി നിങ്ങളുടെ തലയിലേക്ക് വരിക ചെയ്യുക. അപ്പോൾ മറ്റുള്ള ആളുകൾ എന്താ വിചാരിക്കുക, ഓക്കെ നിങ്ങളുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്നുള്ളതാണ്. അതല്ലാതെ ആരും പ്രശ്നം സോൾവ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് പോയി സോറി പറഞ്ഞതാണ് എന്നൊന്നും വിചാരിക്കില്ല. ഇനിയിപ്പോൾ ഒരു പ്രാവശ്യം അങ്ങനെ വിചാരിച്ചാലും എപ്പോഴെപ്പോഴും നിങ്ങൾ ചെയ്യുമ്പോൾ അവൾക്ക് ഇതന്നെ പണി, എന്ത് ചെയ്ത് കഴിഞ്ഞാലും അല്ലെങ്കിൽ അവന് ഇതന്നെയാണ് പണി,
എന്ത് ചെയ്താലും പോയി സോറി പറയും, ഇങ്ങനെ വിചാരിക്കും. അങ്ങനെ പറയുമ്പോൾ ആ ഒരു ടോണിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മളെ പിന്നെ ആരും വിലമതിക്കുന്നില്ല എന്നുള്ളത്. സോ ആരോടും നമ്മൾ ചെയ്യാത്ത തെറ്റിന് പോയി സോറി പറയേണ്ട ആവശ്യമില്ല. തെറ്റ് ചെയ്താൽ മാത്രം ക്ഷമ ചോദിക്കുക. ഇനി ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് കളിയാക്കലുകളൊക്കെ ചിരിച്ചു തള്ളും എന്നുള്ളതാണ്. ഇത് കുറേ പേര് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇപ്പോൾ നമ്മുടെ കൂട്ടുകാരായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ നിൽക്കുകയാണെങ്കിൽ അവിടെയൊക്കെ നമ്മളെ ചിലപ്പോൾ കളിയാക്കുന്ന ആളുകളുണ്ടായിരിക്കും. അപ്പോൾ ചിലര് വളരെ മോശമായിട്ട് നമ്മൾ കളിയാക്കും. അതായത് നമുക്ക് ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ, വിഷമിപ്പിക്കുന്ന രീതിയിൽ, അവർക്ക് അറിയാം നമ്മളെ അത് വിഷമിപ്പിക്കുന്നുള്ളത്, ആ രീതിയിൽ നമ്മളെ കളിയാക്കുന്നവരുണ്ട്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ കളിയാക്കുന്നവരുണ്ട്. അപ്പോൾ ചിലർ ചെയ്യുന്നൊരു കാര്യം എന്താണെന്നറിയോ, ഇങ്ങനെ കളിയാക്കുമ്പോൾ ചിരിച്ചിങ്ങനെ നിൽക്കും, എന്നിട്ട് ചിരിച്ച് നിൽക്കും. അതായത് ചിരിച്ച് തള്ളും. ഉള്ളിൽ ഇങ്ങനെ ഭയങ്കര സങ്കടം ഉണ്ടായിരിക്കും, ഇങ്ങനെ പറയണം എന്നൊരു ആഗ്രഹത്തിൽ ഇങ്ങനെ നിൽക്കണ്ടാവും, പക്ഷെ പറയാൻ പറ്റില്ല. ഇല്ല, മിണ്ടണ്ട എന്ന് പറഞ്ഞിട്ട് മിണ്ടാതിരിക്കും എന്നുള്ളതാണ്. അവര് നിങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങൾ അതിങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഭയങ്കര ഭാരം ഫീൽ ചെയ്യും. അയ്യോ, എന്നിങ്ങനെ പറഞ്ഞല്ലോ, എനിക്കൊന്നും പറയാൻ പറ്റിയില്ലല്ലോ, ഈ ഒരു സംഭവം ഇങ്ങനെ ഫീൽ ചെയ്യും. മാത്രമല്ല അവർ പിന്നെയും നിങ്ങളെ കളിയാക്കും. ബിക്കോസ് അവർക്കറിയാം നിങ്ങളെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളും ചോദിക്കില്ല, നിങ്ങൾക്ക് വേണ്ടി മറ്റാരും ചോദിക്കില്ല എന്നുള്ളത്. നിങ്ങൾക്ക് വേണ്ടി ചോദിച്ചാലേ നാളെ നിങ്ങൾക്ക് വേണ്ടി ചോദിക്കാൻ മറ്റുള്ളവർ നിങ്ങളുടെ കൂടെ ഉണ്ടാവുകയുള്ളൂ. കാരണം മറ്റുള്ളവർ നിങ്ങൾക്ക് വില തരണം എന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളെ സ്നേഹിക്കണം. നിങ്ങളെ വേദനിപ്പിക്കുന്നവരോട് തിരിച്ച് പറയണം, തിരിച്ച് സംസാരിക്കണം. അപ്പോൾ ഇവർ കളിയാക്കുന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം തിരിച്ചു പറഞ്ഞാൽ മതി, ഒറ്റ പ്രാവശ്യം. ഇപ്പം ഇതിനെങ്ങനെ കളിയാക്കിയത്, നിങ്ങൾ ആദ്യം ഓക്കെ ആക്കൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയണമെന്നല്ല, പക്ഷെ ഈ രീതിയിൽ തിരിച്ചൊരു മറുപടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് അവർ നിങ്ങളെ ഒന്നും പറയില്ല. നിങ്ങളെ കളിയാക്കാൻ അവർ ശ്രമിക്കില്ല എന്നുള്ളതാണ്. കാരണം അവർക്കറിയാം, ഇല്ല ഇത് മുമ്പത്തെ പോലെയല്ല, കളിയാക്കിയാൽ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് രണ്ടെണ്ണം കിട്ടും, അതുകൊണ്ട് ഇനി ഒന്നും പറയണ്ടെന്ന് വിചാരിക്കും. നമ്മൾ അങ്ങനെ ചെയ്യണം. അങ്ങനെ ഇങ്ങോട്ട് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് പറയണം, ശരിയല്ലെങ്കിൽ അങ്ങോട്ട് പറയാൻ പഠിക്കുക. കുറേ പേര് അങ്ങനെ ബോൾഡായിട്ടുള്ളവരുണ്ട്. അവരൊക്കെ മിക്കവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മിക്കവരും പറയുന്നത് കേൾക്കാറുണ്ട്, അവളോട് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ തിരിച്ച് രണ്ടെണ്ണം കൊടുക്കും എന്ന് പറയാറുണ്ട്. പലരും പെൺകുട്ടികളെ തൻ്റെടിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് നമുക്ക് പറയാറുണ്ട്. പക്ഷെ ചില സമയങ്ങളിൽ അത് അത്യാവശ്യമാണ്. സോ നമ്മളെ കളിയാക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർ പറയുന്നതൊക്കെ കേട്ട് ചുമ്മാതിരുന്ന് കഴിഞ്ഞാൽ നിങ്ങളോട് ആർക്കും ഒരു വില ഉണ്ടാവില്ല. നിങ്ങളുടെ വില നിങ്ങളായിട്ട് കളയാതിരിക്കുക. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ശരിക്കും നമ്മളെ വിലയില്ലാത്തൊരു പേഴ്സണാക്കി മാറ്റുന്നത്. ഇതല്ലാതെ നമ്മളിപ്പോൾ ഒരാളുടെ മുമ്പിൽ വേറെ ഒരു പോയിന്റ് പറയുകയാണെങ്കിൽ, മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ഭയങ്കരമായിട്ട് ന്യായീകരിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ വിശദീകരണം കൊടുക്കേണ്ടി വരിക എന്നൊക്കെ പറയുന്നതൊക്കെ നമ്മളുടെ വില ഇല്ലാതാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. പക്ഷേ മെയിനായിട്ട് കൂടുതലായിട്ടും നമ്മളുടെ വില ഇല്ലാതാക്കുന്ന കുറച്ച് കാരണങ്ങൾ, അത് നമ്മളുടെ ഭാഗത്ത് വരുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. സോ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ഓക്കെ ആക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവർ തരുന്നില്ല എന്ന് തോന്നുന്ന വില അത് ഇനിയെങ്കിലും നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. ഞാൻ വീണ്ടും പറയുന്നു, നമ്മളുടെ വില ഇല്ലാതാക്കുന്നതും ഉണ്ടാക്കുന്നതും ഒക്കെ നമ്മൾ തന്നെയാണ്. അതിന് ശ്രമിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അപ്പോൾ ഭയങ്കര പാവത്തെ പോലെ എപ്പോഴും ഇരുന്നിട്ട് കാര്യമില്ല. അങ്ങനെയുള്ളവരെ അല്ല ഇന്നത്തെ ലോകത്തിന് ആവശ്യം. കുറച്ചൊക്കെ ഒരു നമ്മൾ പറയാറുണ്ടല്ലോ, ലോകവിവരമുള്ള, മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണമെന്നറിയുന്ന അങ്ങനെയുള്ള ഒരാളെയാണ്. അങ്ങനെ എന്നാലേ ഇന്ന് വിലയുണ്ടാവുള്ളൂ. അത് മനസ്സിലാക്കി പെരുമാറുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലാണെങ്കിലും അതങ്ങനെ തന്നെയാണ്. സോ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഞാനോട് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇത് കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്